ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് നാളായ ലോങ് വീഡിയോസ് ഇട്ടിട്ട് അപ്പം നമുക്കിന്നൊരു ലോങ് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ച് മത്തി മാങ്ങായും തേങ്ങായും കൂടെ പറ്റിക്കാനായി ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് പറ്റിച്ചെടുക്കുക. കുഞ്ഞു മത്തി ഉണ്ടോ, കുഞ്ഞു മത്തി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ മത്തി. അപ്പം മാങ്ങയുടെ സീസണല്ലേ, അപ്പം മാങ്ങ അരച്ച് വറ്റിക്കാമെന്ന് വിചാരിച്ച് അരയ്ക്കണം. വെക്കുന്നവരെ വെട്ടിയെടുക്കാം. ഇതാ മീൻ പറ്റിക്കാൻ പോവാണേ. ഞാൻ കൊച്ചുള്ളി എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളി ഒരു 5-6 എടുത്ത് 5-8 കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ ഇത് ചതച്ചെടുത്തിട്ട് വരാവേ. ഇവിടെ വയ്ക്ക്. ഇതായത് പുരട്ടി മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അടിച്ച് എടുക്കണേ. ദാ അതിനകത്തോട്ട് ഞാൻ ശകലം ഉപ്പും കൂടിയിട്ട് അടിക്കുവാണ്. മാങ്ങ പറിച്ച മാങ്ങയാണ്, ചോന കണ്ടോ. അപ്പം എല്ലാവരും അതിൻ്റെ തൊലി കളയും, പക്ഷെ ഞാൻ തൊലി കളയത്തില്ലേ. കാരണം തൊലി കളഞ്ഞ് കറി വെച്ചാൽ അതൊന്ന് കുഴഞ്ഞു പോകും. ഈ ഒരു മാങ്ങ മതിയോ എന്ന് ചോദിച്ചാൽ ഒരു മാങ്ങ പോലും വേണ്ട, അത്രയ്ക്ക് പുളിയുള്ളതാണ്. ഞാനെൻ്റെ മാങ്ങാണ്ടിയും കൂടെ എടുക്കുക. അത് ഞെരടി കഴിക്കാൻ നല്ലതാണ് ചോറിൻ്റെ കൂടെ. ഇതാണ് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ആ ചട്ടിക്കകത്തോട്ട് മാങ്ങ അരിഞ്ഞിടാം. മാങ്ങ കഴുകിയിട്ടാണ് ഞാൻ അരിഞ്ഞത്. പറിച്ചുകൊണ്ട് വന്ന് ചൊനയായതുകൊണ്ട് കഴുകി ഞാൻ അരിയും. കരിഞ്ഞിട്ടിട്ട് ഭയങ്കര നല്ല മണം വരുന്നുണ്ട് മാങ്ങ. അത് അത്രയ്ക്ക് പുളിയാണ്. എല്ലാവരും ചോദിക്കും ചർച്ചേൻ്റെ കൂടെ എന്തിനാണ് ഞാൻ ഉപ്പിട്ടത്. ഈ മാങ്ങയുടെ പുളി ഇപ്പം അങ്ങ് പെട്ടെന്ന് ഇറങ്ങും. സാധാരണ നമ്മൾ മീനൊക്കെ തിളയ്ക്കുമ്പോഴാണ് ഇല്ലാണ്ട് അരപ്പൂട കറക്കി എടുത്തതേ ഉള്ളേ. മാങ്ങായും അരച്ചരപ്പും കൂടെ ഞാനൊന്ന് പെരട്ടി ഇനി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയും ഇടാം. മത്തിയുണ്ടോ, മത്തിയും ഈ മാങ്ങായും കൂടെ പെരട്ടണം. നല്ല എരിവുണ്ട്. പച്ചമുളകും നല്ല എരിവുള്ള തരം മത്തി മാങ്ങായി അരപ്പും കൂടെ പെരട്ടിയെടുക്കണം. എൻ്റെ കളറിലുണ്ട്. മുളക് പൊടി ചേർത്ത് പറ്റിക്കുന്നവരുണ്ട്, പക്ഷേ ഇങ്ങനെ പറ്റിച്ച് നോക്കണത് നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ കൂടുതലും ഇങ്ങനെയാണ് പറ്റിക്കുക. പിന്നെ ഇതിനകത്ത് ഇനി ഉപ്പൊന്നും ഒഴിക്കണ്ട, ഇത്രയും വെള്ളം ഒഴിക്കണം. കാരണം ആ മാങ്ങായി ഒന്ന് വെന്ത് ആ മത്തി ഒന്ന് വേഗം. നമുക്ക് ഇത് അടുപ്പ് വയ്ക്കാം. അതിന് മുന്നേ നമുക്ക് ഇതിനകത്ത് കുറച്ച് കറിവേപ്പില ഞാൻ ഇതുപോലെ ഒരു കുഴി എടുത്തിട്ട് അതിലാണ് വയ്ക്കുന്നത്. കറിവേപ്പില കൂട്ട് വയ്ക്കുവാണ്. നമുക്കിനി അടച്ച് നല്ല വൃത്തിയായിട്ട് അടുപ്പയിലോട്ട് വയ്ക്കാം. ഇല്ല, അടുപ്പയിലോട്ട് വെച്ച് ഇത് പറ്റട്ടെ. നമുക്കിത് നമുക്കത് തുറന്ന് നോക്കാവേ. കണ്ടോ, നന്നായിട്ട് അത് പറ്റിയിട്ടുണ്ട്. എന്നാലും ഇച്ചിരി വെള്ളമുണ്ട്. നമുക്കതൊന്ന് ഇളക്കി നോക്കാം. ഇതുണ്ടോ, കറിവേപ്പിലയൊക്കെ വാടി
നല്ല സൂപ്പർ. നമുക്ക് ചെറിയ തവിയൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കാതെ. മീനൊക്കെ വെന്ത് കണ്ടോ, പെട്ടെന്നല്ലേ, കുഞ്ഞു മത്തിയല്ലേ, അപ്പോൾ അത് പെട്ടെന്ന് പറ്റിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. പറ്റിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി മീനെടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നേ, മത്തി എന്താ കിടന്ന് മൊരിയുന്നുണ്ട. നമ്മൾ ഈ മത്തിയൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇല്ല നമുക്ക് അടിയിലൊക്കെ അതിപ്പോൾ പറ്റി തീരാനുള്ള വെള്ളമുള്ളൂ. സൂപ്പറായിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ ഉപ്പും പുളിയൊക്കെ ഉണ്ട് എന്ന്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇതാ മത്തിയാവുന്നുണ്ട് ഇവിടെ കാണും. അപ്പം കേട്ടോ.